Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ നിഫ്റ്റിയിലൊരു ചെറിയ ലെവൽ ഓഫ് വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതൊരു ഡോജി ക്യാൻഡിലാണ് നെവർദലെസ്, ബട്ട് മൊമെന്റലി ഒരു 5 മിനിറ്റ് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ഔട്ട് ആവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അവിടെ നിന്ന് പിന്നെ ഒരു സെല്ലിംഗ് വന്നിട്ട് സൈഡ് വേസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ കറൻ്റ്ലി നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടിൽ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ, ബെയറിഷ് ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ് കാണുന്നത്. സി ആൻഡ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് കിട്ടാനുള്ള ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 19600 റേഞ്ച് വരെ ആയിരിക്കും. സോ ഇതിന് ഇൻ കേസ് ഇതിൻ്റെ മുകളിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഓൺലി പ്ലാൻ ഫോർ ബെയറിഷ് ട്രേഡ്സ്. അപ്പം നിഫ്റ്റിയുടെ ചാർട്ട് അതാണ് പറയുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് ഡോജി, അതായത് മുകളിലോട്ടും പോകാൻ നോക്കി, റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തു, താഴെ സപ്പോർട്ട് ഹിറ്റ് ചെയ്തിട്ട് എക്സാക്ട്ലി മിഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നാളത്തെ പ്രൈസ് ആക്ഷൻ, അതായത് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ ഡിസൈസീവ് ആയിരിക്കും. ഇൻ കേസ് ഇവിടെ 1-2 ദിവസം കൊണ്ട് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടാർഗറ്റ്സ് എല്ലാം 42,300 ഇൻ കേസ് ആ ഒരു സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഡീപ്പർ കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയും ലോവും നൗ ബിക്കംസ് ക്രൂഷ്യൽ. മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ളൊരു ടൈമാണ്. സോ എൻ്റെ ബയസ് സ്റ്റിൽ ബെയറിഷ് ആണ്. അത് ഞാൻ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം വൈ എന്ന്. സോ ഇന്ന് ഫിൻനിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിൻനിഫ്റ്റി ചാർട്ട് ഒന്ന് നോക്കാം. ഫിൻനിഫ്റ്റി ഇന്നത്തെ എക്സ്പയറി എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതാണ്. ഫിൻനിഫ്റ്റിക്കകത്ത് ക്ലിയർ ആയിട്ടൊരു ഇൻസൈഡ് ക്യാൻഡിൽ ഡേ ആണ്. സോ അതായത് ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇത് ഒരു മദർ ക്യാൻഡിലും അതിൻ്റെ ഇൻസൈഡിൽ വന്ന ബേബി ക്യാൻഡിലുമാണിത്. സോ ഇതിൻ്റെ ജനറൽ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് സൈഡിലോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലോട്ട് ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റഡ് ആണെന്നാണ്. സോ നമ്മുടെ ഈ ഓവറോൾ സ്ട്രക്ചർ ബെയറിഷായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ലോ, അതായത് അറൗണ്ട് 19471 ടു 19486 ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ വരെയെങ്കിലും ഒരു റീടെസ്റ്റ്, 19400 റേഞ്ച് വരെയുള്ള റീടെസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ നമ്മുടെ പ്രീവിയസ് ഡേ ക്യാൻഡലിൻ്റെ ഹൈ ബിക്കംസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ്. സോ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിക്കകത്ത് നമുക്ക് 5 മിനിറ്റ് ചാർട്ടിൽ നോക്കാം എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന്. സോ നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റഡ്. സോ ഈ ഒരു റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ മേ ബി മാർക്കറ്റ് 1 or 2 ടിക്സ് ഈ ഒരു റേഞ്ചിൽ നിന്നിട്ട് മേ ബി 11 o'clock ശേഷമോ 12 o'clock ശേഷമായിരിക്കാം ഈ ബ്രേക്ക് ഡൗൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അറ്റ്ലീസ്റ്റ് ടാർഗറ്റ് വരുന്നത് 19422 ആയിരിക്കും. സോ ഇനീഷ്യലി നമുക്ക് ഒരു സ്ട്രാങ്കിൾ, അതായത് ഒരു കോൾ സൈഡ് ബയസിൽ ഒരു സ്ട്രാങ്കിൾ വെച്ചിട്ട് താഴെ ഒരു കുറച്ചും കൂടെ ലോവർ ലെവലിൽ ഒരു പുട്ട് കീപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ഈ കോൾസ് നമുക്ക് ലോ ഡൗൺ ചെയ്ത് കൊണ്ടുവരാനാണ്. സോ ദിസ് ഇസ് എ പ്ലാൻ. കാരണം ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻ്റ് ഡൗൺ സൈഡിലേക്ക് തൽക്കാലം എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് ഇതൊരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സപ്പോർട്ട് സെക്കൻഡ് ടൈം വരുവാണ്. ഇത് തേർഡ് ടൈം വന്നു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് വീക്കായിട്ട് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ടാർഗറ്റിൽ എത്താനായിട്ടുള്ള മിനിമം പോസിബിലിറ്റി ഉണ്ട്. സോ യു ഡോണ്ട് വാണ്ട് ടു ബി കോട്ട് ഓൺ ദ റോങ് ഫുട്ട് പുട്ട് സെല് ചെയ്തിട്ട്. ബട്ട് ഇൻ കേസ് ഈ ഒരു മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 600 മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് ബുള്ളിഷ് ട്രേഡ്സിലേക്ക് തിരിച്ചു പോകാം. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 140 പോയിന്റ്സിൻ്റെ റേഞ്ചാണ്. ആൻഡ് സ്ട്രാഡിൽ ഇറ്റ്സെൽഫ് ക്ലോസ് ഫോർ അറൗണ്ട് 100. സോ നമുക്കിപ്പം ഡെഫിനറ്റ്ലി പുട്ടിൽ ഒരു എക്സ്പ്ലോഷൻ വരികയാണെങ്കിൽ നമ്മൾ ടൈറ്റർ ആയിട്ടുള്ള, അതായത് 450 ഒക്കെ ഉള്ള പുട്ട് സെല് ചെയ്യുന്നത് റിസ്കി ആയിരിക്കും. സോ സേഫായിട്ട് 350 അല്ലെങ്കിൽ 400 മാക്സിമം അതായിരിക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുട്ട് സെൽ എന്ന് പറയുന്നത്. നമുക്ക് ഡേറ്റ ജസ്റ്റ് ഒന്ന് നോക്കാം. ആസ് പെർ ദ ഡേറ്റ ദിസ് ഇസ് ക്ലിയർലി നെഗറ്റീവ്. ബെയറിഷ് ആൻഡ് ഇവിടെ കോൾസ് പോലും കാണാനാണ്. ആൻഡ് ദിസ് ഇസ് പ്രോബബ്ലി ദ ഫസ്റ്റ് ടൈം എവർ ഞാൻ ഇത് കണ്ടിട്ടുള്ളത്.
ഒരു കോളിൻ്റെ ഒരു അഡീഷനോ അല്ലെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി അൺവൈൻഡിങ് ഇവിടെ ഒന്നും തന്നെ കാണാനില്ല. വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു FI ഡേറ്റയാണ്. ആൻഡ് ഇവിടെയും സ്ട്രോങ് ബെയറിഷ് ഫിഗേഴ്സ്. FI പിന്നെയും സ്റ്റോക്കിൽ സെല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഫ്യൂച്ചേഴ്സിൽ വളരെ നെഗ്ലിജിബിൾ നമ്പർ, ഇത് നോക്കുക പോലും വേണ്ട. ഇൻഫാക്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് OI നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ അതൊരു നെഗറ്റീവ് ഫിഗറാണ്. സോ യാ, FI ഡേറ്റ ഇസ് വെരി കൺസേണിങ്. So yeah, that's all. Trade safe, keep your capital safe. Bye.